എല്ലാവർക്കും ഓണത്തിൻ്റെയും ഇൻഡിപെൻഡൻസ് ഡേയുടെയും മനോഹരമായ ആശംസകൾ നേരുന്നു. ആദ്യമായി ഐ apologize for the non Malayalam speaking people, those who are attending here. It's absolutely a Malayalam language program. So absolutely എന്താ പറയുക, എല്ലാവരോടും ഞാനൊരു സോറിയാണ് ചോദിക്കുകയാണ്. അടുത്തതായിട്ട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടോ? ഹലോ, ഇവിടെ ഉണ്ടല്ലോ അല്ലേ? നമ്മൾ മലയാളികൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ആക്ച്വലി ഒരു കലാപരിപാടിയല്ല. നമ്മൾ പല സ്ഥലങ്ങളിലും ഹിന്ദു ആചാരങ്ങളോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കലയാണ് ഭാഗവതം വായിക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ പലപ്പോഴും കൂടുതലും കണ്ടിരിക്കുന്നത് മരണ വീടുകളിലാണ് ഭാഗവതം അല്ലെങ്കിൽ രാമായണം എന്നിവ വായിക്കുന്നത്. അപ്പോൾ ഈ ഭാഗവതം വായിക്കുന്ന ആളുകൾക്ക് അവരുടേതായ ഒരു ശൈലിയാണ്. ഒരിക്കലും ഇതൊരു ആചാരത്തെയോ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെയോ മറ്റൊരു കണ്ണുകൾ കൊണ്ട് കാണുന്ന ഒരു ആക്ഷേപമായിട്ടൊന്നും കാണരുത്. ഇങ്ങനെ ഒരു തികച്ചും ഒരു തമാശൻ്റെ കണ്ണുകളിൽ കൂടി കാണണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ഞാനും എൻ്റെ പ്രിയ സ്നേഹിതൻ ഞങ്ങളുടെ ഭാഗവതം ഞങ്ങളുടെ മത്തായിച്ചും കൂടിയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയാണ്. ഞങ്ങൾ രണ്ട് പ്രൊഫഷണൽ ആൾക്കാരല്ല. ഇക്കൊക്കെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ. So all are welcome to the Aksheba Hasya program of Bhagavata Parayana. Thank you. ആരെങ്കിലും കണ്ടോ? ശ്രുതിയുടെ ഓളി ഒന്ന് കുറച്ച് കുറയ്ക്കുമോ? സവിത ഇച്ചിരി ഒന്ന് പറഞ്ഞ് പായൊക്കെ പോലെ സൈഡിൽ കൂടി ഇത് പോയല്ലേ? എവിടെയായിരുന്നു ഇത്രയും കാലം? കുറെ നാളായല്ലോ കണ്ടിട്ട്. മത്തായിച്ചു ലിഡിൽ ജോലിയും കഴിഞ്ഞ് സാധനങ്ങളും കനാൽ ഓടിക്കൂടി വേണ്ടാത്ത കാഴ്ചകളൊക്കെ കണ്ട് പടിഞ്ഞാറോട്ടുള്ള വഴിയെ പടിഞ്ഞാറോട്ട് പോകുമ്പോൾ തനിക്കെന്തോ പറ്റിയെന്ന് നമ്മ കൂടെ പഠിച്ച എന്നോടരുളി ചെയ്തെന്റെ ഞാൻ ഇന്നലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ലിഡിലിൽ കേറി കുറച്ച് സാധനവും മേടിച്ച് കനാലിൻ്റെ സൈഡിൽ കൂടി ചില കാഴ്ചകളൊക്കെ കണ്ട് പടിഞ്ഞാറ്റേക്കുള്ള വഴിയെ പടിഞ്ഞാറ്റേക്ക് പോ
പോകുമ്പോൾ എൻ്റെ മത്തായിച്ചോ നമ്മുടെ മാർഗരറ്റ് മാതാമ്മയുടെ ആ കറുത്ത പട്ടി വന്നെന്നെ കടിച്ചെന്നെ മത്തായിച്ചു. പട്ടി മാതാമ്മയുടെ പട്ടി തന്നെ തന്റെ എവിടെയൊക്കെയാ എങ്ങനെയൊക്കെയാ കടിച്ചെന്ന് പറയുന്ന കേശവോ. മത്തായിച്ചു ഞാൻ ഇന്നലെ കനാലിന്റെ സൈഡിൽ കൂടി പടിഞ്ഞാറ്റേക്കുള്ള വഴിയെ പടിഞ്ഞാറ്റേക്ക് പോകുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് മൂത്രമൊഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ മദാമ്മയുടെ പട്ടി വന്നെന്റെ ദേഹമാസകലം കടിച്ചെന്റെ മത്തായിച്ചോ. പട്ടി മാതാമ്മയുടെ പട്ടി തന്നെ എവിടെയൊക്കെയാ എങ്ങനെയൊക്കെയാ കടിച്ചെന്ന് അരുൾ ചെയ്ത കേശവോ. മത്തായിച്ചു പട്ടി വന്ന ആദ്യം എൻ്റെ കാലിൽ കമ്മി, പിന്നെ അവിടുന്ന് എൻ്റെ മുട്ടിൽ കടിച്ചു, പിന്നെ അവിടുന്ന് എൻ്റെ തുടയിൽ കടിച്ചു.